ഹായ്, ഏവർക്കും നമസ്കാരം. ഞാൻ മനു കാക്കനാട്. GM പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാക്കനാട് തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടുള്ള ഒരു 3 BHK ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ്. കാക്കനാട് നിന്നും നമ്മുടെ വണ്ടർല പോകുന്ന വഴി, വണ്ടർല, തൊടുപുഴ, മൂവാറ്റുപുഴയൊക്കെ പോകുന്ന വഴിക്ക് തന്നെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കാണുന്ന ഒരു ഫ്ലാറ്റാണ് ഗാലക്സി ബിൽഡേഴ്സിൻ്റെ ഗാലക്സി പൈൻകോട്ട്. ഇവിടെയുള്ളൊരു 3 BHK ആണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മൊത്തം 2020 പണി കഴിപ്പിച്ച പണി തീർന്ന ഒരു ഫ്ലാറ്റാണ്. ഏകദേശം 4 വർഷത്തോളമായി ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിലുള്ള ഒരു 3 BHK ആണ്. ഇത് നമുക്ക് 2 രീതിയിലാണ് ഇത് കൊടുക്കാനായിട്ട് ഓണർ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടും സെമി ഫർണിഷ്ഡ് ആയിട്ടും ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ കയറി വരുന്ന എൻട്രൻസ്. ഇവിടെ ഫുള്ള് ബയോമെട്രിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ കാണുന്ന റിസപ്ഷൻ ഏരിയ ആണ്. നമുക്കിവിടെ ഒരു ഫ്ലോറിൽ 2 ലിഫ്റ്റുകളാണ് മൊത്തത്തിൽ നമുക്ക് വരുന്നത്. അതിൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉൾവശം വരുന്നത്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഈ കാണുന്ന ഫർണിച്ചറോട് കൂടിയും അല്ലാതെയും വേണമെങ്കിൽ നമുക്കിത് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് മൊത്തം 1028 സ്ക്വയർ ഫീറ്റാണ്, ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ്. അതിൽ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്, 2 ബാത്റൂം വരുന്നുണ്ട്, ഒരു ബാൽക്കണി ആയിട്ടാണ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. വളരെ ചെറിയൊരു തുകയ്ക്ക് ഒരു 3 BHK ഫ്ലാറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നമ്മുടെ ഈ ഫ്ലാറ്റ്. അതുപോലെ ഇത് ഇൻഫോ പാർക്കിനോട് ഒരു 2 കിലോമീറ്ററിന് മാത്രം താഴെ ഡിസ്റ്റൻസ് ഉള്ളതിൻ്റെ പേരിൽ റെൻറ്റിനൊക്കെ നല്ല റെൻറ്റ് കിട്ടുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു ഫുള്ളി ഫർണിച്ചറൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 27,000 വരെ ഇൻക്ലൂഡിങ് മെയിൻ്റനൻസ് റെൻറ്റ് കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കും ഒക്കെ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഒരു ഓപ്ഷനായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ വളരെ വലിയൊരു കിച്ചണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നന്നായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നമ്മുടെ കബോർഡ്സ് ഉണ്ട്, ചിമ്മിനി ഉണ്ട്. അതുപോലെ കിച്ചണിൽ തന്നെ നമ്മുടെ പുറത്തേക്കുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്ന ഒരു കിച്ചൺ കൂടിയാണിത്. കണ്ട, അതുപോലെ നമുക്ക് 3 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് 2 ബാത്റൂമുമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. നമുക്കിതിനൊരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. നന്നായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. AC, കോട്ട്, ബെഡ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കിത് 2 ഓപ്ഷനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചർ ഇല്ലാതെ വേണമെങ്കിലും ഓർഡർ ചെയ്ത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഫർണിച്ചറോട് കൂടി വേണമെങ്കിലും നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഗീസറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിൽ നമുക്കൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ എനിക്കത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇപ്പോൾ ഇവരിതൊരു സ്റ്റോറേജ് റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ അധികം മെമ്പേഴ്സ് താമസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അലക്കി ഉണങ്ങാനൊക്കെ ആയിട്ടാണ് ഇവർ ഈ റൂം യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്കൊരു ഫാമിലി കോട്ട് കട്ടിൽ ഇട്ടിട്ട് നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വിൻഡോയുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ്.
ഇനി നമുക്ക് നമ്മുടെ തേർഡ് ബെഡ്റൂം കാണാം. ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ രണ്ടാമത് കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടും അല്ലാതെയും ഇതിലെ ബാത്റൂം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോളിൽ നിന്നും ഈ ഡോർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഹോളിൽ നിന്നും നമുക്കൊരു ഡോറും ഈ ബാത്റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഫ്ലോറിൽ ശരിക്കും നമ്മുടെ ഇത് സെക്കൻഡ് ഫ്ലോർ ആയതിൻ്റെ പേരിൽ നമുക്കിവിടെ നമ്മുടെ ഈ ലിവിങ് ഏരിയയോട് ചേർന്ന്, അതായത് ഈ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു സ്പേസിൽ ആ കട്ടൺ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊരു ആക്സസ് കൂടി കിട്ടുന്നുണ്ട്. അതായത് അത്യാവശ്യം എക്സ്ട്രാ വരുന്ന നമ്മുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണങ്ങാനും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയൊരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കുള്ള ഔട്ട് സൈഡിലുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും പിന്നെ ഒരു ജിംനേഷ്യം ഒക്കെയാണ് നമുക്കിവിടെ വരുന്നത്. സ്വിമ്മിംഗ് പൂൾ നിലവിൽ ഈ പ്രൊജക്റ്റിലില്ല. നമുക്കിവിടെ ഇപ്പം ഇതൊരു 3 ടവർ പ്രോജക്റ്റ് ആയിരുന്നു ആക്ച്വലി. ഇപ്പം നമുക്കൊരു ഫസ്റ്റ് ടവർ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അവിടെ ഏകദേശം 90 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ വില ഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓണർ ഇത് സെമി ഫർണിച്ചറോട് കൂടിയാണ് എങ്കിൽ ഇതിന് 45 ലക്ഷം രൂപയും ഫുള്ളി ഫർണിച്ചറോട് കൂടിയാണെങ്കിൽ 46 ലക്ഷം രൂപയുമാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു വരുമാനം കിട്ടുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പം വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് വിളിച്ചാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഞാനിനി ഇവിടുന്ന് നമ്മുടെ ഈ ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ പുറത്തേക്കുള്ള മെയിൻ റോഡിലേക്കുള്ളൊരു ദൂരം കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ്. അതായത് ഇവിടുന്ന് ഒരു 100-150 മീറ്ററിൽ നമ്മുടെ അതുപോലെ ഇവിടുന്ന് കയറി നമ്മുടെ ഈ ഗേറ്റ് ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഇൻഫോ പാർക്ക് റോഡ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് എടച്ചിറ വഴി ഇൻഫോ പാർക്കിലേക്ക് 2 കിലോമീറ്റർ താഴെ വരുള്ളൂ. നമ്മുടെ ഇവിടുന്ന് കയറ്റം കയറി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് നമ്മുടെ വണ്ടർല അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്കൊക്കെ പോകുന്ന മെയിൻ ബസ് റോഡ് വരുന്നത്. അത് ബസ് സ്റ്റോപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്താണ് വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.